റിലീസായി മമ്മൂട്ടിയുടെ ബസൂക്ക എത്താനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഓണത്തിന് മമ്മൂട്ടിയുടെ ഏത് സിനിമയായിരിക്കും എത്തുക എന്ന സംശയത്തിലായിരുന്നു ഇതുവരെ ആരാധകർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ബസൂക്കയുടെ ഷൂട്ടിംഗ് വൈകും എന്ന സൂചനകളാണ് മോളിവുഡിൽ നിന്നും പുറത്തു വന്നത്. ചിത്രത്തിലെ വളരെ നിർണായകമായ ചില സീനുകൾ ഷൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെന്നായിരുന്നു പുറത്തുവന്ന വിവരം. പരമാവധി വേഗത്തിൽ ചിത്രം റിലീസ് ചെയ്യാനായി സമാന്തരമായി പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ചിത്രത്തിൽ സംവിധായകൻ ഗൗതം മേനോനും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ടെന്നും അദ്ദേഹവും മമ്മൂട്ടിയുമായുള്ള കോമ്പിനേഷൻ സീനുകളാണ് ഷൂട്ട് ചെയ്യാൻ ബാക്കിയുള്ളത് എന്നുമുള്ള വിവരങ്ങളാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് തീർക്കാനാണ് അണിയറ പ്രവർത്തകരുടെ ശ്രമമെങ്കിലും ഓണം റിലീസായി ഇനി ബസൂക്ക എത്താൻ സാധ്യത കുറവാണെന്നായിരുന്നു വിവരം. എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ ടീസർ ഈ മാസം 15-ന് എത്തും എന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ത്രില്ലർ ആയിട്ടാണ് ബസൂക്ക എത്തുന്നത്. തിരക്കഥാകൃത്ത് കലൂർ ഡെന്നിസിന്റെ മകൻ ഡിനു ഡെന്നിസ് ആണ് സംവിധാനം. തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും ഡിനു ഡെന്നിസ് തന്നെയാണ്. മുൻപൊരു അഭിമുഖത്തിൽ ബസൂക്ക ഒരു മാസ് ത്രില്ലർ ആയിരിക്കുമെന്ന് സംവിധായകൻ ഡിനു ഡെന്നിസ് പറഞ്ഞിരുന്നു. മമ്മൂട്ടി തന്നെയാണ് ചിത്രത്തിന് ഏറ്റവും യോജിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കുകയാണെന്നും ഈ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യൻ മമ്മൂക്കയാണെന്ന് തോന്നി എന്നുമായിരുന്നു ഡിനു പറഞ്ഞത്. സീനുകളെല്ലാം പൂർണ്ണമായും ഓർഡറിലാക്കിയതിനു ശേഷമാണ് മമ്മൂട്ടിയോട് കഥ പറഞ്ഞതെന്നും കഥ കേട്ടയുടനെ അദ്ദേഹം ആവേശഭരിതനായെന്നും ഡിനു വ്യക്തമാക്കിയിരുന്നു. മമ്മൂട്ടിയുടെ ഒരു പോസ്റ്ററാണ് ചിത്രത്തിലേതായി ആദ്യം പുറത്തുവിട്ടത്. കറുത്ത വസ്ത്രം ധരിച്ച് ചുറ്റും തോക്ക് ചൂണ്ടിയാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ ഈ പോസ്റ്ററിൽ കാണിച്ചിരുന്നത്. എതിരാളികൾക്ക് മുമ്പിൽ പതറാതെ ശാന്തനായി നിൽക്കുന്ന കഥാപാത്രമാണ് പോസ്റ്ററിലുള്ളത്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയ്ക്ക് പിന്നാലെ തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാം, ഡോൾവിൻ കുര്യാക്കോസ് എന്നിവരാണ് ബസൂക്ക നിർമ്മിക്കുന്നത്. ചിത്രത്തിലെ മറ്റ് താരങ്ങളുടെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ, ഷൈൻ ടോം ചാക്കോ, ഡീൻ ഡെന്നിസ്, ബിഗ് ബി ഫെയിം, സുമിത് നവൽ, സ്ഫടികം ജോർജ്, ദിവ്യ പിള്ള, ഐശ്വര്യ മേനോൻ എന്നിവരാണ് താരനിരയിലുള്ളത്. സംഗീത സംവിധാനം മിഥുൻ മുകുന്ദും ഛായാഗ്രഹണം നിമിഷ് രവിയുമാണ്. എഡിറ്റിംഗ് നൌഫൽ അബ്ദുള്ളയും കലാസംവിധാനം അനീസ് നാടോടിയും കോസ്റ്റ്യൂം ഡിസൈൻ സമീറ സനീഷുമാണ് നിർവഹിക്കുന്നത്. മമ്മൂട്ടിയുടെ നിരവധി ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. മമ്മൂട്ടി ഗൗതം മേനോൻ കോംബോയിലും പുതിയ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ്. മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ പൂജ അടുത്തിടെയാണ് നടത്തിയത്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടായിരിക്കും ഈ സിനിമയിൽ മമ്മൂട്ടി വേഷമിടുന്നത്. അതുപോലെ 14 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി പൃഥ്വിരാജ് കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തുന്ന ചിത്രവും അണിയറയിലുണ്ടെന്നാണ് വിവരം. 2010-ൽ പോക്കിരി രാജ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചെത്തിയത്. മമ്മൂട്ടിയുമായി 4ാം കൂട്ടുകെട്ടിനൊരുങ്ങുന്ന സംവിധായകൻ അജയ് വാസുദേവിന്റെ സിനിമ, ദി ഗ്രേറ്റ് ഫാദറിന് ശേഷം ഹനീഫ് അദേനിയുടെ സിനിമ, റോഷാക്കിന്റെ സംവിധായകൻ നിസാം ബഷീറിനോടൊപ്പമുള്ള ചിത്രം, MTയുടെ ആന്തോളജി ചിത്രം കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ്, മഹേഷ് നാരായണൻ ചിത്രം എന്നിവയും മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഫ്രൈഡേ ഫിലിംസ്, ഗോകുലം ഫിലിംസ്, കാവ്യ ഫിലിംസ് തുടങ്ങി നിർമ്മാണ കമ്പനികളുമായുള്ള സിനിമാ ചർച്ചകളും അണിയറയിലുണ്ട്.